മതതീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി CPM-ന്റെയും കോൺഗ്രസിന്റെയും ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിന്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പിൽ വികസനവും വിശ്വാസവും ചർച്ചയാകുമെന്നും കൃഷ്ണദാസ്. തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ്. കഴിഞ്ഞ 2024 തൃശ്ശൂർ പേരിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയ മാറ്റം അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളമാകെ വ്യാപിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രത്യാശ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ വോട്ടർമാർ LDF, UDF മുന്നണികൾക്ക് നൽകിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകുന്ന കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണ നേതൃത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നതോടെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന നേട്ടം BJP കൈവരിക്കുകയും തുടർന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്ന ലക്ഷ്യം നേടുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിലേക്കുള്ള രാഷ്ട്രീയ യാത്ര കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകും. രണ്ട് മുന്നണികൾക്കും അവർക്ക് നേതൃത്വം നൽകുന്ന CPM, കോൺഗ്രസ് പാർട്ടികൾക്കും ഇനി ഒന്നും മറച്ചു വെക്കാനുള്ള ഇവർ പൂർണ്ണമായും നഗ്നരായിരിക്കുകയാണ്. CPM, കോൺഗ്രസ് ജനങ്ങളെ മുന്നിൽ ഒന്നും മറച്ചു വെക്കാനില്ല. CPM, കോൺഗ്രസ് പാർട്ടികൾ കേരളത്തിൽ ജനങ്ങളുടെ മുൻപിൽ പൂർണ്ണമായി നഗ്നരായി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണമെന്ന് BJP ആഗ്രഹിക്കുന്നത് വികസനവും വിശ്വാസവുമാണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പോറ്റി വളർത്തുന്നവരെ സംരക്ഷിക്കണമോ എന്ന കാര്യം ജനങ്ങൾ തീരുമാനിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മത തീവ്രവാദ സംഘടനയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള ബന്ധവും നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള ബന്ധവും LDF-ന്റെ ബന്ധവും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തരം തീവ്രവാദ സംഘടനകളെ പോറ്റി വളർത്തുന്നവരെ ഇനിയും കേരളത്തിൽ വിജയിപ്പിക്കണമോ, അവരിനിയും കേരളത്തിൻ്റെ പ്രാദേശിക തലത്തിലായാലും ഇനി സംസ്ഥാനത്തായാലും അധികാരം വരെ ഏൽപ്പിക്കണമോ എന്ന ചിന്ത ദേശസ്നേഹികളായിട്ടുള്ള വോട്ടർമാർക്കിടയിൽ വളർന്നു വന്നിരിക്കുകയാണ്. TCV തൃശൂർ.